ഹായ്, ഞാൻ ഡോക്ടർ വിനീത വിനയൻ. നമുക്ക് ഈ ടൈം ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ ലൈഫിൻ്റെ പാറ്റേണും സ്റ്റൈലും ചേഞ്ച് ചെയ്യുന്നുണ്ട് അല്ലേ? അതുകൊണ്ട് തന്നെ ഇപ്പം ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് ഒരുപാട് ഇപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്. അത് നേരത്തെ ഒരു 30+ അല്ലെങ്കിൽ 40+ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അഡോളസെന്റ് ഏജസിൽ തന്നെ അത് കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് എസ്പെഷ്യലി ഗേൾസിലാണ് ഇത് ഏറ്റവും കൂടുതലും കാണുന്നത്. അതിലൊന്നാണ് PCOS, പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രം ഓർ PCOD, പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ് എന്ന് പറയുന്നു. അതായത് ലേഡീസ് ഓവറിയിൽ സിസ്റ്റുകൾ ഫോം ചെയ്യുന്നതാണ്. അതായത് 20 ഓർ മോർ സിസ്റ്റ് ഇൻ അറ്റ്ലീസ്റ്റ് 1 ഓവറി ഉണ്ടെങ്കിൽ മാത്രം, അതായത് 20ഓ അതിൽ കൂടുതലോ സിസ്റ്റുകൾ ഒരു ഓവറിയിലെങ്കിലും മിനിമം ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമാണ് നമുക്ക് PCOS കൺഫേം ചെയ്യാൻ പറ്റുള്ളൂ. PCOS പറയുമ്പോൾ എന്തായിരിക്കും, എങ്ങനെയായിരിക്കും ഇതിൻ്റെ മാനിഫെസ്റ്റേഷൻസ് ഒക്കെ? മെയിനായിട്ട് കാണാൻ സാധിക്കുന്ന നമുക്ക് എന്താണ് അവർ പറയുന്ന സിംറ്റംസ് എന്ന് വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ മെൻസ്ട്രൽ ബ്ലീഡിങ്ങിൻ്റെ പാറ്റേണിന് ചേഞ്ചസ്. ചിലപ്പോൾ അത് സ്കാൻഡി ആയിരിക്കാം, ചിലപ്പം അബ്നോർമൽ ആയിട്ടായിരിക്കാം, വെച്ചാൽ ഹെവി ആയിട്ടായിരിക്കാം, അല്ലെങ്കിൽ അമനോറിയ പീരീഡ്സ് തന്നെ ചിലപ്പോൾ ഉണ്ടാവാറില്ല. 2-3 മാസമൊക്കെ കൂടിയിട്ടാകുമ്പോഴാണെങ്കിലും ചിലപ്പോൾ പീരീഡ്സ് വരുന്നത് തന്നെ. അതുപോലെ തന്നെ വേറൊരു വരുന്നതാണ് കോസ്മെറ്റോളജിക്കൽ ഇഷ്യൂസ്. അതായത് അക്കാൻഡോസിസ്, പിന്നെ അതുപോലെ ഹിർസ്യൂട്ടിസം, ബാൾഡിങ്. ഇപ്പോൾ നമുക്ക് ഒരുപാട് കാണാൻ സാധിക്കുന്നുണ്ട് ബാൾഡിങ്, എസ്പെഷ്യലി ഹെയർ ഇങ്ങനെ കയറി പോവുക, അങ്ങനെയൊക്കെ ഉള്ളത്. നേരത്തെയൊക്കെ നമുക്ക് മൾട്ടിപാരസ് അങ്ങനെ അധികം കാണാൻ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പം നമുക്ക് മൾട്ടിപാരസ്, അതായത് ഡെലിവറി കഴിഞ്ഞ് ഒന്നോ അതിൽ കൂടുതൽ ഡെലിവറി കഴിഞ്ഞ സ്ത്രീകളിൽ പോലും ഇപ്പോൾ ഈ PCOS ഒരുപാട് കാണാൻ സാധിക്കുന്നുണ്ട്. എന്തൊക്കെയായിരിക്കും ചിലപ്പോൾ ഇതിന് കാരണങ്ങൾ? മെയിനായിട്ട് തന്നെ ഇതൊരു ലൈഫ് സ്റ്റൈൽ ഡിസോർഡർ എന്നൊരു കാറ്റഗറിയിലാണ് വരുന്നത്. ആയുർവേദത്തിൽ ഇതിനെ ഒരു രോഗമായിട്ട് പറയുന്നില്ല, പക്ഷെ ഒരു അവസ്ഥയായിട്ട് ജാതഗ്നി, ആ ഒരു കണ്ടീഷനിൽ പുഷ്പഗ്നി, അങ്ങനെ ഒരു കണ്ടീഷനായിട്ട് ഇതിൻ്റെ സിംറ്റംസ് പറയുന്നുണ്ട്. അമനോറിയ അല്ലെങ്കിൽ ഇൻഫെർട്ടിലിറ്റി പോലുള്ള സിംറ്റംസ് പറയുന്നുണ്ട്. ഇത് റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ മാനിഫെസ്റ്റ് ചെയ്ത് അവസാനം എൻഡ് റിസൾട്ട് ചിലപ്പം ഇൻഫെർട്ടിലിറ്റി വരെ ആയി പോകാവുന്ന ഒന്നാണ് PCOS. സോ ഏർലി ഡിറ്റക്ഷനാണ് ഇതിന് ഏറ്റവും കൂടുതൽ ആവശ്യം. ഏർലി ഡിറ്റക്ട് ചെയ്ത് ലൈഫ് സ്റ്റൈൽ, അതായത് ഡയറ്റ്, എക്സസൈസ്, സ്ട്രെസ്, സ്ട്രെയിൻ ഇതെല്ലാം മാനേജ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് നല്ലൊരു ലൈഫിലേക്ക് ലീഡ് ചെയ്യാവുന്ന ഒരു കണ്ടീഷൻസോടെയാണ് PCOS. താങ്ക് യു.